ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകൾക്ക് നിങ്ങളോടൊരു ഡീപ്പ് അട്രാക്ഷൻ കെമിസ്ട്രി ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോൺവേഴ്സേഷൻസിൽ നമ്മൾ പരാതികൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ്. പരാതികൾ പറയാൻ വേണ്ടിയിട്ട് ഒരു ദീർഘനേരത്തെ കോൺവേഴ്സേഷൻ ഒരിക്കലും പ്ലാൻ ചെയ്യാതിരിക്കുക. സോ അത് പാടെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഡോണ്ട് കംപ്ലെയിൻ. ദെൻ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ക്വാളിറ്റി കോൺവെർസേഷൻ എന്നുള്ളതാണ്. ആ ഒരു കോൺവെർസേഷനിൽ നമ്മൾ ഏർപ്പെടുന്ന സമയത്ത് അവരെന്താണോ പറയുന്നത് അതിന് കറക്റ്റായിട്ടുള്ളൊരു റിയാക്ഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് കിട്ടുകയും നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ക്വാളിറ്റി കോൺവെർസേഷനായിട്ട് മാറും. നമ്മൾ തിരക്ക് പിടിച്ച് മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കേൾക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി നമ്മൾ ഒന്ന് പേഷ്യൻസ് കാണിച്ചുകൊണ്ട് അവരെ കേൾക്കുക, ആ കേൾക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ഇനി മൂന്നാമത്തെ പോയിന്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ആ മൊബൈൽ ഫോണ് ജസ്റ്റ് ഒന്ന് താഴെ വെക്കുക, അല്ലെങ്കിൽ ഒന്ന് സൈലൻ്റ് ആക്കുക. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വാല്യൂ കൊടുത്തുകൊണ്ട് അവർ പറയുന്നത് എന്താണെന്ന് നന്നായിട്ട് കേൾക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ മൂന്നാമതായിട്ട് പറയുന്നത് മൊബൈൽ ഡിവൈസ് അല്ലെങ്കിൽ ടാബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക കോൺവെർസേഷനിൽ ഏർപ്പെടുന്ന സമയത്ത്. അപ്പോഴേ അതൊരു ക്വാളിറ്റി ടൈമായിട്ട് മാറത്തുള്ളൂ. ഇനി അടുത്തതായിട്ട് പറയുന്നത് നിങ്ങൾ അവരെ ഇപ്പോൾ നിങ്ങൾ വേറൊരു സ്ഥലത്താണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതെന്ന് വിചാരിക്കുക, കാണാൻ ആഗ്രഹമുണ്ട്, അവരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുക. ഇപ്പോൾ എബ്രോഡാണെങ്കിൽ എബ്രോഡിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക, മറ്റ് ഡിസ്ട്രിക്റ്റുകളിലാണെങ്കിൽ അങ്ങോട്ട് വായോ, വരാനുള്ള സൗകര്യം ഞാൻ അറേഞ്ച് ചെയ്ത് തരാം എന്നൊക്കെ പറയുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും. അങ്ങനെ നിങ്ങളുടെ ലൊക്കേഷനിലോട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് ക്വാളിറ്റി ടൈമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഡേറ്റിംഗ് അല്ലെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അഡ്വഞ്ചേഴ്സൊക്കെ പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും മല കയറാനോ അല്ലെങ്കിൽ ഹിമാലയം ട്രക്കിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഔട്ടിങ് ആയിക്കോട്ടെ, സിമ്പിളായിക്കോട്ടെ വലുതായിക്കോട്ടെ, എന്താണെങ്കിലും അത്തരം കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാം മറന്ന് ഒന്ന് റീഫ്രഷ് ആവാനും ഒക്കെയുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നതും ഒന്നിച്ച് യാത്രകൾ പോകുന്നതൊക്കെ ഈ ക്വാളിറ്റി ടൈമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമുക്ക് പറയാം. ഇത്തരത്തിലുള്ള മെമ്മറീസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നിങ്ങളോട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഉണ്ടാവും, സ്നേഹം തോന്നും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് തോന്നുന്ന സമയത്ത്, നിങ്ങളെ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ കോളിൽ അവൈലബിൾ ആവുക എന്നുള്ളതാണ്. പിക്കപ്പ് ദ ഫോൺ എന്നുള്ളതാണ്. ആ ഫോണിൽ അവൈലബിൾ ആവുകയും അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കുകയും ചെയ്യുക. അത് എത്രയും പെട്ടെന്ന് കേൾക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ വിളിക്കുന്ന സമയത്ത് എന്തെങ്കിലും ജോലിയിലാണെങ്കിൽ ബ്രേക്ക് ടൈം വരുന്ന സമയത്ത് പെട്ടെന്ന് അവരെ തിരിച്ചു വിളിക്കുക, എന്താണെന്നുള്ളത് ചോദിക്കുക. അത്തരത്തിലുള്ള ഒരു പരിഗണന അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഒരു ക്വാളിറ്റി ടൈമിൻ്റെ ഭാഗമാണ്. അങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കെമിസ്ട്രി നമുക്ക് വർക്കൗട്ട് ആക്കാനായിട്ട് പറ്റും. അവരുടെ പ്രൈമറി ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആണെങ്കിൽ നിങ്ങളോട് നല്ല സ്നേഹം തോന്നും, ഒരു സംശയവുമില്ല. പിന്നെ ഇതുപോലെ തന്നെ നമുക്കറിയാം ഈ ലവ് ലാംഗ്വേജസ് എന്ന് പറയുന്നത് 5 തരത്തിലുണ്ട്. വേർഡ്സ് ഓഫ് അഫർമേഷൻ, അതുപോലെ ക്വാളിറ്റി ടൈം, റിസീവിങ് ഗിഫ്റ്റ്സ്, ആക്ട്സ് ഓഫ് സർവീസ്, ഫിസിക്കൽ ടച്ച്. ഇനി വേറെ ഏതെങ്കിലും പ്രൈമറി ലവ് ലാംഗ്വേജ് ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കുള്ളതെങ്കിൽ അതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന വീഡിയോസിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. എനിവേ താങ്ക് യു, നമസ്തേ.